കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസ് സജീവ വാർത്തയായി നമ്മുടെ എല്ലാവരുടെയും മുൻപിലേക്ക് വന്നത്. അന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത രാഹുലിനെതിരെ വലിയ ജനരോഷം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ ആ പെൺകുട്ടിയുടെ ഒരു വെളിപ്പെടുത്തൽ വന്നു. അതായത് തൻ്റെ ഭർത്താവിനെതിരെ ഒരു പരാതിയുമില്ലെന്നും എല്ലാം തൻ്റെ കുടുംബം പറഞ്ഞിട്ട് ചെയ്തതാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്നലെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. സത്യത്തിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രമാത്രം നിരുപാധിക പിന്തുണയാണ് കേരളം ഒന്നടങ്കം എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അതീതമായി ആ പെൺകുട്ടിക്ക് നൽകിയത്. ഇപ്പോൾ ആ പെൺകുട്ടി അഭിപ്രായം തിരുത്തി പറയുമ്പോൾ പിന്തുണ കൊടുത്തവരാരായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമാത്രമല്ല, ഒരുപാട് ഗൗരവതരമായ വിഷയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി വരാനുമുണ്ട്. നമുക്ക് നോക്കാം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതികളായ രാഹുലിൻ്റെയും കുടുംബത്തിൻ്റെയും വാദങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇരയാക്കപ്പെട്ട യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. എന്നാൽ കേസിന്റെ നടപടിക്രമങ്ങളെ യുവതിയുടെ പുതിയ വെളിപ്പെടുത്തൽ ബാധിക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. റമീസ് മുഹമ്മദ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം ഈ കേസിന്റെ തുടർ കാര്യങ്ങൾ ഇനി എങ്ങനെയാകുമെന്ന്. റമീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. റമീസ്, ഇന്നലെ ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ പെൺകുട്ടി ഇത്രയും നാൾ പറഞ്ഞിരുന്നതിൽ നിന്ന് നേരെ വിപരീതമാണ് ഇന്നലെ പറയുന്നത്. പൂർണ്ണമായും ഭർത്താവായ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ആ വീഡിയോ വരുന്നത്. അപ്പോൾ ഇത്രയും കാലം അവരെ പിന്തുണച്ചവരുടെ കാര്യം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ആ കേസിൻ്റെ തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയാകും എന്ന ചോദ്യം. ഒപ്പം ഈ പെൺകുട്ടി ഇപ്പോൾ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ രാഹുലിനെയും കുടുംബത്തെയും പൊതുസമൂഹത്തിൽ എന്തിന് അപമാനിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും നിൽക്കുന്നുണ്ട്. മനു പറഞ്ഞതുപോലെ വലിയ പിന്തുണയാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പുറത്തിറങ്ങിയതിന് ഈ ഒരു വിവരം പുറത്തേക്ക് വന്നതിന് ശേഷം വലിയ രീതിയിലാണ് ഈ ഗാർഹിക പീഡന കേസിന് ഇരയാക്കപ്പെട്ട യുവതിക്ക് ജനങ്ങളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായത്. പക്ഷേ ഇന്നലെ പുറത്തു വന്ന വീഡിയോയിൽ രാഹുലും രാഹുലിൻ്റെ കുടുംബവും പങ്കുവച്ച വിവരങ്ങളെ പിന്താങ്ങുന്ന രീതിയിലാണ് യുവതി തൻ്റെ മൊഴി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. എന്നാൽ ഈ ഒരു മൊഴി രേഖപ്പെടുത്തിയത് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആയതിനാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെയോ മുന്നിലല്ലാത്തതിനാൽ ഈ മൊഴി ഈ ഒരു നടപടിക്രമങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഈ കേസിൻ്റെ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ സമർപ്പിക്കും. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് സ്പെഷ്യൽ കോടതിയിലാണ് ഈ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുക. നിലവിൽ ഫറൂഖ് ACP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. എന്തായാലും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട്, അതുപോലെ തന്നെ സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട്, ഇതൊക്കെയും തന്നെ ഉൾപ്പെടുത്തിയുള്ള വിശദമായ ഒരു കുറ്റപത്രം തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ കോടതിയിൽ സമർപ്പിക്കുക എന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ റമീസ് പറഞ്ഞതുപോലെ സാങ്കേതികപരമായ നിയമ സംവിധാനങ്ങളുടെ മുന്നിലല്ല ഈ മൊഴി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഇത് ബാധിക്കില്ല. പക്ഷേ നമ്മുടെ മുൻപിലുള്ള മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങളില്ലേ, ഒന്ന്, ആ കുട്ടിക്ക് മർദ്ദനം ഏറ്റിരുന്നു എന്നത് വ്യക്തമാണ്. അതിൻ്റെ പരിശോധനയിലടക്കം ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. രക്തക്കറയടക്കം നമ്മളന്ന് വാഹനത്തിലടക്കം കണ്ടെത്തിയതാണ്. അതിൻ്റെ തുടർച്ചയൊക്കെ അന്വേഷണ സംഘം പറയുന്നതും നമ്മൾ കേട്ടതാണ്. അപ്പോൾ അന്ന് ഭർത്താവിനെതിരെ സംസാരിച്ച ആ പെൺകുട്ടി ഇപ്പോൾ മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ പുറകിലെ ഒരു പ്രചോദനം, അല്ലെങ്കിൽ അതിൻ്റെ പ്രേരണ എന്താണ് എന്നതടക്കം ഒരുപക്ഷെ ഇനി പുറത്തു വരേണ്ടതാണ്. മനു, ഇന്നലെ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ മറുപടി ഇരയാക്കപ്പെട്ട യുവതി വ്യക്തമാക്കിയിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ നിർബന്ധത്തിലാണ്, അഭിഭാഷകൻ്റെ നിർബന്ധത്തിൻ്റെ മേലാണ് സ്ത്രീധന ആരോപണം, അതുപോലെ തന്നെ ആ രാഹുലിനും കുടുംബത്തിനും നേരെ ഉന്നയിച്ച മദ്യം കുടിപ്പിച്ചു, അതുപോലെ തന്നെ സിഗരറ്റ് വലിപ്പിച്ചു, ബെൽറ്റ് കൊണ്ട് അടിച്ചു, ഇത്തരത്തിലുള്ള വലിയ പരാതികൾ ഈ ഒരു യുവതി ഉന്നയിക്കാൻ കാരണം തൻ്റെ കുടുംബത്തിൻ്റെയും അഭിഭാഷകൻ്റെയും നിർബന്ധം മൂലമാണ് എന്നാണ് ഈ യുവതി ഇന്നലെ വീഡിയോയിൽ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് കുട്ടിയെ കാണാനില്ല എന്ന രീതിയിൽ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പെൺകുട്ടി തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യുകയും പുതിയൊരു വീഡിയോയിലൂടെയും വ്യക്തമാക്കിയിരുന്നു താൻ ആരുടെയും തടങ്കലിലല്ല, തനിക്ക് കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് താൻ കൗൺസിലിങ്ങിനും മറ്റും വിധേയമായതിനു ശേഷം തനിക്ക് കുറ്റബോധം തോന്നിയതിനാലാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതെന്നാണ്
എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പക്ഷേ ഇതിൽ മനു പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു മൊഴി മാറ്റൽ ഉണ്ടാവുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ വിശ്വാസ്യത തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ പന്തിരങ്കാവ് വിഷയത്തിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ജനങ്ങളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വിവിധ കോണുകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അടക്കമുണ്ടായത്. പക്ഷേ ഈ പെട്ടെന്നൊരു സാഹചര്യത്തിൽ CBI അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഇന്റർപോളിനടക്കം ഈ രാഹുലിനെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉൾപ്പെട്ട നിമിഷത്തിലാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ മൊഴി മാറ്റി പറയുന്നത്. ആ ഒരു മൊഴി മാറ്റം ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പരാതി ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് മാറുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രമേശ് ചൂണ്ടിക്കാട്ടിയത്. കാരണം ഇത്തരത്തിൽ മൊഴി മാറ്റുകയും കേസുകളെ ദുർബലമാക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അക്രമം നേരിട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ. ഏതായാലും അത് വളരെ ഗൗരവതരമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഈ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ഈ പെൺകുട്ടി ഇപ്പോൾ അന്ന് പറഞ്ഞ വിവരങ്ങൾ മാറ്റി പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്ന ഒരുപാട് കാര്യമുണ്ട്. പന്തിരാങ്കാവ് പെൺകുട്ടിയുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മോഹനൻ പറയുന്നത്. ജോർജ് ആളൂർ പറയുന്നു, ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു പീഡനം എന്ന് കേൾക്കും മുൻപ് ജനങ്ങൾ ചാടിയിറങ്ങിയാൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. പലരും ഇതൊക്കെ മുതലെടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ പറയുന്നത്. ഒരുപക്ഷേ പുറത്തുനിന്നുള്ള ആളുടെ സമ്മർദ്ദമായിരിക്കാമെന്ന് ജോർജ് ആളൂർ എന്ന പ്രേക്ഷകൻ എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഏതായാലും കണ്ണടച്ച് ആരെയും അനുകൂലിക്കരുതെന്ന് ഇനിയെങ്കിലും എന്ന് ഓർക്കുക എന്നാണ് ഷൺമുഖൻ പറയുന്ന ഒരു കാര്യം. മറ്റാരുടെ പ്രേരണ ശക്തമായി ഉണ്ടാകുന്നു, അവൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ വിദേശത്തേക്ക് കടന്നത് എന്തിന്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂട്ടുകാരുടെ ഭീഷണിയോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് ഈ രാഹുൽ കടന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ അന്ന് ഈ മർദ്ദിച്ചത് ആരാണ്? കാരണം മർദ്ദിച്ചതിൻ്റെ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ടല്ലോ. അപ്പോൾ ആരാണ് മർദ്ദിച്ചത്? ഇനി മർദ്ദിച്ചയാളെയാണോ ന്യായീകരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്.